ഈ സോഷ്യൽ മീഡിയയിലെ ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കാറുണ്ടല്ലേ. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടത്. റീൽസ് എടുക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നൊരു സാഹചര്യം. മറുവശത്തും പല നല്ല രസകരമായ വീഡിയോസൊക്കെ ഉണ്ട്. അതിലൊരു ദൃശ്യം കാണാം. ഇതിലെ താരം നമ്മുടെ സ്വന്തം ഹവായി ചപ്പലാണ്. വിദേശത്തെ ഷോപ്പിലെ കണ്ണാടിക്കൂട്ടിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഇവന് 1 ലക്ഷം രൂപ വരെയാണ് വില. ഹവായി ചെരുപ്പുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ പലരും കുട്ടിക്കാലത്തേക്കൊക്കെ ആ ഓർമ്മകളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകാൻ സാധിച്ചിട്ടുണ്ട്. ഹവായി ചെരുപ്പ് എടുത്ത് അമ്മ എന്നെ എറിഞ്ഞ കാലം ഓർക്കുന്നുണ്ട് എന്നുള്ളത് കമന്റുകളാണ് ഇതിന് ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ളത്. കാർത്തിക മഠത്തിലാണ് നമ്മുടെ കൂടെ ഉള്ളത്. കാർത്തിക, ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും എങ്ങനെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകാതിരിക്കാം. നമ്മുടെ സ്വന്തം ഹവായി ചപ്പലാണ് 1 ലക്ഷം രൂപയ്ക്ക് അപ്പുറത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. പൂജ പറഞ്ഞത് ശരിയാണ്. നേരത്തെ പൂജ പറഞ്ഞില്ലേ, കുട്ടിക്കാലം നമുക്ക് ഓർമ്മ വരുന്നു. ശരിക്കും ഈ വീഡിയോ കണ്ടപ്പം എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് ഓർമ്മ വന്നത്. വെച്ചാൽ എനിക്ക് ഒരുപാട് പ്രായമായിന്നല്ല, എന്നാൽ പോലും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛനും വലിയച്ഛനും മാമന്മാരൊക്കെ ഈ ഇത്തരത്തിലുള്ള ഹവായി ചെരുപ്പിട്ട് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കൊന്നും കേരളത്തിൽ ഇത്തരത്തിലുള്ള ചെരുപ്പുകൾ കാണാനില്ല. കാരണം ഈ ഹവായി ചെരുപ്പ് തന്നെ പലതരത്തിലുള്ള രൂപാന്തരം വന്ന് പല ഡിസൈൻസിലും പല പാറ്റേൺസിലും പല കളേഴ്സിലൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഇതെന്തായാലും പുറം നാട്ടിൽ, അതായത് സൗദി പോലെ ഒരു സ്ഥലത്ത് 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാര്യമല്ല. ഇവിടെ 100 രൂപ 200 രൂപയ്ക്കൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ സ്കൂളിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരു ചെരുപ്പാണ്. അപ്പം ഇതിന് താഴെ, ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഈ ഒരു പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളാണ് ഏറ്റവും രസം. അതായത് ഈ ഒരു സാധ്യത, അതായത് ഇവിടുന്ന് വളരെ ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന ഒരു സാധനം പുറം നാട്ടിൽ വലിയ വിലയ്ക്ക് വിൽക്കാൻ നമുക്ക്. അപ്പോൾ ഈ ഒരു സാധ്യത മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വേറെ ഒരാൾ പറയാണ്, എൻ്റെ മാമന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടി, അതായത് നമ്മൾ പ്രപ്പോസലിന് വന്ന പെൺകുട്ടി ഈ ഹവായി ചെരുപ്പ് ഇട്ടു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്, ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ആ പ്രപ്പോസൽ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. വേറെ ആൾക്കാർ പറയുന്നുണ്ട്, ഈ ഒരു ഇപ്പോൾ ഒരുപാട് ഹവായി ചെരുപ്പുകൾ വാങ്ങിയിട്ട് പുറത്ത് കൊണ്ടുപോയി വിൽക്കാൻ നമുക്ക് ഒരുപാട് പൈസ കിട്ടും. ശരിയാണ്, തരത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ശരിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ലൂണാറിൻ്റെ ഈ ഒരു ഹവായി ചെരുപ്പ് ഏറ്റവും ലാസ്റ്റ് കേരളത്തിൽ കണ്ടിട്ടുള്ളത് മഹേഷിൻ്റെ പ്രതികാരം സിനിമയിലാണെന്ന് തോന്നുന്നു. അവസാനം ഭാഗത്ത് ഒരു ലൂണാറെ എന്ന് പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ വെള്ള നിറത്തിലുള്ള ആ ബ്ലൂ കളറിലുള്ള ബാൻഡിലുള്ള ആ ലൂണാർ ചെരുപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഇപ്പം നാട്ടിൽ നോക്കുവാണെങ്കിൽ വളരെ വളരെ റെയർ ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഹവായി ചെരുപ്പുകൾ കാണാറുള്ളത്. എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വളരെ വൈറലാണ്. മില്യൺ കണക്കിന് ലൈക്കുകളും വ്യൂസും ഒക്കെയാണ് ഈ ഒരു പോസ്റ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ കുട്ടിക്കാലൊക്കെ ഒന്നും കൂടെ ആലോചിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കണ്ടതിൽ എന്തായാലും സന്തോഷം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പൂജ ശരിയാണ് കാർത്തിക. മഹേഷിന്റെ പ്രതികാരം തന്നെ പറയണമെന്നില്ല, നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് പോയാൽ മതി. ആ കമന്റുകൾ ഉള്ളതോ കള്ളതോ എന്തോ ആയാലും എല്ലാവരും പഴയ കാലത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ആ ചെരുപ്പൊക്കെ ഇങ്ങനെ തേച്ച് ഉരച്ച് കഴുകിയിട്ട് അവസാനം കിട്ടുന്ന ആ വെള്ള കളർ കാണുമ്പോഴൊരു ഇതുണ്ടല്ലോ, അതൊക്കെ ഓർക്കുമ്പോൾ നല്ല രസമുണ്ട്. അതിനാണ് അങ്ങ് 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതം. ശരി കാർത്തിക.